2026 നിയമസഭാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇടതു പാർട്ടികളിൽ വലിയ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. CPM-ലും CPI-യിലും സമാന അവസ്ഥയാണ് മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ളത്. കഴിഞ്ഞ ദിവസം CPI-യുടെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ വലിയ വിമർശനമാണ് പാർട്ടി നേതാക്കൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ ചുമതലക്കാരനായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, ദേശീയ കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി, ജില്ലാ സെക്രട്ടറി PS സുബാൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെയാണ് വലിയ വിമർശനം ഉയർന്നത്. തിരുത്തൽ തുടങ്ങേണ്ടത് താഴെ ഘടകത്തിൽ നിന്നല്ല, മുകൾ ഘടകത്തിൽ നിന്നാണ് തിരുത്തൽ തുടങ്ങേണ്ടത് എന്നാണ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്നും യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് CPM-ൽ ലയിക്കുന്നതാണെന്നും CPI ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ തുറന്നടിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബിനോയ് വിശ്വത്തിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. മനസ്സിലാക്കുന്നത് AISF-ഉം AYF-ഉം എല്ലാം ബിനോയ് വിശ്വത്തിന്റെ പ്രകടനത്തിൽ അതൃപ്തിയിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെല്ലാം എല്ലാ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ വിവിധ കമ്മിറ്റികൾ യോഗം ചേരുമ്പോൾ അതിലെല്ലാം സംസ്ഥാന നേതൃത്വത്തിന് നേരെ വലിയ വിമർശനം ഉയരാനുള്ള സാധ്യതയാണ്. CPI-യെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ല അവരുടെ തട്ടകമാണ്. കൊല്ലവും തൃശ്ശൂരുമാണ് കേരളത്തിൽ CPI-ക്ക് സ്വാധീനമുള്ള രണ്ട് വലിയ ജില്ലകൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം ഗൗരവകരമായി കാണണമെന്നാണ് പാർട്ടി നേതാക്കന്മാർ പറയുന്നത്. കൊല്ലത്ത് CPI-യുടെ പൊന്നാപുരം കോട്ടയായ ആര് നിന്നാലും മത്സരിക്കുന്ന അല്ലെങ്കിൽ ആര് മത്സരിച്ചാലും ജയിക്കുന്ന സീറ്റുകളായ ചടയമംഗലവും ചാത്തന്നൂരുമെല്ലാം നഷ്ടപ്പെട്ടത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുക്കണമെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ചാത്തന്നൂരും ചടയമംഗലവും എല്ലാം നഷ്ടപ്പെട്ടത് പാർട്ടി നേതൃത്വത്തിനെതിരെ അണികളുടെ ഒരു വികാരം ഉയർന്നു. അതുമാത്രമല്ല, ഈ UDF സുനാമിയിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നു ചടയമംഗലം. ആ ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി അതിദയനീയമായാണ് പരാജയപ്പെട്ടതെന്നും നേതൃത്വം വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ BJP അക്കൗണ്ട് തുറന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് CPI-യിലെ ഒരു വിഭാഗം പറയുന്നത്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാകുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് CPI-യുടെ തട്ടകമായ കൊല്ലത്തടക്കം പാർട്ടി നേതൃത്വത്തിന്, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. നേതൃത്വം തിരുത്തിയില്ലെങ്കിൽ അണികൾ ശക്തമായി തെരുവിലിറങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അന്തരിച്ച കാനൻ രാജേന്ദ്രനും ബിനോയ് വിശ്വവും അടക്കമുള്ളവർ CPM-ന്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണ്. വെളിയം ഭാർഗവൻ അടക്കമുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിമാരായിരുന്ന കാലഘട്ടം ഓർമ്മിപ്പിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരും പ്രവർത്തകന്മാരും പോസ്റ്റുകൾ അടക്കം പങ്കുവെക്കുന്നത്. പന്നിൻ രവീന്ദ്രന്റെ മകൻ, മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ പന്നിൻ രവീന്ദ്രന്റെ മകൻ രൂപേഷ് അടക്കമുള്ളവർ ഇടതുപക്ഷത്തിന്റെ ഈ പരാജയത്തെ അതിദയനീയമായി വിമർശിച്ച് രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. CPI-ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലടക്കം പാർട്ടിയുടെ പരാജയം വലിയ പരിശോധനകൾക്ക് വിധേയമാക്കണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരു കാലഘട്ടത്തിലും ഇത്ര നിർജീവമായ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിട്ടില്ല. ബിനോയ് വിശ്വത്തിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പാർട്ടിയുടെ തട്ടകമായ കൊല്ലം ജില്ലയിൽ നിന്ന് ഉയർന്ന ഈ വികാരം, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഉയർന്ന ഈ വിമർശനം പാർട്ടി മുഖവിലേക്കെടുക്കും. ബിനോയ് വിശ്വം അടക്കമുള്ളവർക്ക് സ്ഥാനചലനം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാൻ ഉള്ള വസ്തുത തന്നെയാണ്.